നിനക്കൊരു ബെസ്റ്റ് ഗസ്റ്റ് ഉണ്ട്. ആരടാ കുട്ടാ? കള്ള മോശം ഒരു രീതിയിൽ മീനാക്ഷിയുടെ അങ്ങനെ ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ മീനാക്ഷി പ്രതികരിക്കുമോ? എന്തൊക്കെയാ ചോദിക്കുന്നു? പ്രതികരിക്കാനൊന്നുമില്ല, നമുക്ക് ലീഗലായിട്ട് മൂവ് ഇത്തരത്തിൽ ഒരു പ്രദർശിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് കാണാൻ ആളുണ്ടാവുമല്ലോ. അപ്പൊ രണ്ടുപേരും ചെയ്യുന്നത് ഒരേ തരത്തിലുള്ള മോശം. ഈ റൂമേഴ്സ് പപ്പരാസികൾ റൂമേഴ്സ് പഠിച്ചു വിടുക എന്ന് പറഞ്ഞത് ഒരു സമയത്ത് കേട്ടിരുന്നു. കൗശിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര പ്രണയമാണ് നിങ്ങൾ തമ്മിൽ. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? അതൊക്കെ ഒരു രസമാണ്. ഇപ്പൊ കുറെ റൂമേഴ്സ് വന്നാലും നമ്മൾ അതിനെ ഒന്നും ഓന്തോടി അവിടെ വരെ ഓടും ചേട്ടാ, വേലി വരെ. ഇപ്പൊ ആരും എനിക്ക് തോന്നുന്നില്ല അതങ്ങനെ മൈൻഡ് ചെയ്യുന്നവരുണ്ടെന്ന്. ഈ പറഞ്ഞത് ന്യായം. കാണുന്നവരുണ്ട്, അല്ല, എനിക്കങ്ങനെ തർക്ക വിഷയങ്ങളില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ മീഡിയ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുകയും ഇടുകയും ചെയ്യുമ്പോഴും അതിന്റെ താഴെയുള്ള പല ക്യാപ്ഷനും ശ്രദ്ധിച്ചാൽ നമുക്കറിയാം അതൊരു കോൺട്രവേഴ്സിക്ക് വേണ്ടി മാത്രം. കമന്റുകൾ വിഷമിപ്പിക്കാറുണ്ടോ? ഒരിക്കലും ഇല്ല. താഴ്ന്നു പോകാൻ പാടുണ്ടോ? ഒരു വഴി അറിയുമ്പോ 9 വഴി തുറക്കുന്നല്ലേ. ഇനിയും വന്നോട്ടെ എന്നാണ് പറയുന്നത്. അങ്ങനെയും അല്ല, ഇനി വരുന്നതിനോട് എനിക്ക് താല്പര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ഫെമിനിസം എന്ന് പറയുന്ന വാക്ക് ഇപ്പം വലിയ ചർച്ചാ വിഷയമായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്താണ് ഫെമിനിസം? അതായത് മീനാക്ഷി മനസ്സിലാക്കിയിരിക്കുന്ന ഫെമിനിസം. എന്റെ ഫെമിനിസത്തെ പറ്റിയൊക്കെ ഞാൻ മുന്നേയും FB-ലൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മുടെ മീഡിയയിലൂടെ പറയാനാണെങ്കിൽ എന്താണ്? എനിക്ക് എവിടെ പറഞ്ഞാലും ഒരു ഫെമിനിസം തന്നെയാണ്. തുല്യ അവകാശങ്ങളുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് സ്ത്രീയെ പോലെ തന്നെ പുരുഷനും അവകാശങ്ങളുണ്ട്. അപ്പോ ഒരു സ്ത്രീ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുരുഷനെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയുന്നിടത്ത് തന്നെയാണ് എന്റെ ഫെമിനിസം. ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് ആർഭാടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ഫെമിനിസം എന്ന് പറയുന്ന രീതിയിൽ സംഘടന അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്ന് തന്നെ പറയാം. ചില വ്യക്തികൾ ഈ വട്ടപ്പൊട്ടും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന രീതിയിൽ അത്തരത്തിൽ, അതായത് പക്ക പുരുഷ വിരോധികളായിട്ടുള്ള ഒരു പക്ഷം. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഫെമിനിസ്റ്റുകൾ ഒരിക്കലും പുരുഷ വിരോധികളാണ്. അങ്ങനെയാണെങ്കിൽ ആ സംശയം ഒന്ന് തീർക്കണമല്ലോ. പുരുഷ വിരോധികളായിട്ടുള്ള കുറച്ചുപേർ ഫെമിനിസം എന്ന പേരിൽ കാട്ടിക്കൂട്ടുന്നതിനോട് എന്താണ് അഭിപ്രായം എന്നുള്ളതാണ് എന്റെ ചോദ്യം. അങ്ങനെ കാട്ടിക്കൂട്ടലുകൾ എന്തെങ്കിലും പറഞ്ഞേ എനിക്ക് കൃത്യമായി പറയാൻ പറ്റും. തുല്യ അവകാശങ്ങൾ എന്ന് ഞാൻ പറയുമ്പോഴും തുല്യ അവകാശങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് ഫെമിനിസം വന്നതും ഇന്ന് ഫെമിനിസം നിലകൊള്ളുന്നതും അതിനു വേണ്ടിയായിരിക്കാം. അതായത് നമുക്ക് തുല്യ അവകാശങ്ങൾ ആവശ്യമാണ്. എന്താ ഒരു തീപ്പൊരിയ രോമാഞ്ചം കണ്ടൊരു രോമാഞ്ചം. എല്ലായിടത്തും തുല്യമായിരിക്കും. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്നിടത്താണെങ്കിലും, നമ്മൾ ജോലി ചെയ്യുന്നിടത്താണെങ്കിലും, നമ്മൾ സഞ്ചരിക്കുന്നിടത്താണെങ്കിലും, നമ്മൾ പോകുന്ന അമ്പലത്തിനാണെങ്കിലും പള്ളിയിലാണെങ്കിലും എല്ലായിടത്തും തുല്യത വേണ്ടേ? നിന്നെ കോച്ച് ചെയ്ത് ഞാനൊരു വഴിയാവും. തുല്യത അവിടെ നടപ്പാവുന്നില്ല എന്ന് പറയുന്നതിനും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശാരീരികമായിട്ട് ഈ പറയുന്ന ഇപ്പൊ സ്ത്രീകൾക്ക് ശാരീരികമായിട്ട് ഈ പീരീഡ്സ് ആവുന്നതോ അല്ലെങ്കിൽ ഒരു ഗർഭാവസ്ഥയിലുള്ള സ്ത്രീയോ ഒന്നും ശാരീരിക അവസ്ഥയാണ്, അതൊരു കണ്ടീഷനാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ്